നിങ്ങൾ എപ്പോഴെങ്കിലും ഉപ്പിട്ട വെള്ളത്തിൽ നിങ്ങളുടെ പേര് വയ്ക്കുന്ന ലളിതമായ ആചാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത്ഭുതകരമായ മാറ്റങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ അവിശ്വസനീയമാംവിധം പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ചെറിയ ആചാരം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം, ഐശ്വര്യം, പണം, സൗഹൃദം എന്നിവ ആകർഷിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് സങ്കൽപ്പിക്കുക. ഈ രീതിക്ക് എങ്ങനെ പുതിയ അവസരങ്ങൾ തുറക്കാനും നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നേടാനുള്ള വഴികൾ തുറക്കാനും കഴിയുമെന്ന് ഇവിടെ നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ നിലവിലെ വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതൽ സന്തുലിതവും സമൃദ്ധവുമായ ജീവിതത്തിനായി നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? എങ്കിൽ തുടർന്ന് കാണുക, കാരണം ഞങ്ങൾ ഈ പുരാതന പഠിപ്പിക്കലിന്റെ രഹസ്യങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും അത് എങ്ങനെ ശരിയായി പ്രയോഗിക്കാമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഉപ്പിട്ട വെള്ളത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ച് പ്രപഞ്ചവുമായി നമ്മെത്തന്നെ എങ്ങനെ യോജിപ്പിക്കാമെന്നും നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെ പ്രകടമാക്കാമെന്നും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ ആചാരം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവശ്യമായേക്കാം. തുടങ്ങുന്നതിനു മുമ്പ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ പരിവർത്തനപരമായ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജ്ജം ആകർഷിക്കാൻ, നല്ല വൈബുകൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന വാചകം താഴെ കമന്റ് ചെയ്യുക. ഉപ്പിട്ട വെള്ളത്തിൽ നിങ്ങളുടെ പേര് വയ്ക്കുന്ന ആചാരം വിവിധ പാരമ്പര്യങ്ങളിൽ, പ്രത്യേകിച്ച് ബുദ്ധമതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ആത്മീയ പരിശീലനമാണ്. അവിടെ ശുദ്ധീകരണവും ഊർജ്ജപരമായ പുനഃക്രമീകരണവും ആത്മീയ യാത്രയ്ക്ക് അത്യന്താപേക്ഷിതമായി കണക്കാക്കപ്പെടുന്നു. പ്രകൃതിയിലെ 5 മൂലകങ്ങളിൽ ഒന്നായ വെള്ളത്തിന് ഊർജ്ജപരമായ വിവരങ്ങൾ സംഭരിക്കാനും കൈമാറ്റം ചെയ്യാനും കഴിയുമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ആചാരം. അതേസമയം ഉപ്പ് അതിന്റെ ശുദ്ധീകരണ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. ബുദ്ധമത തത്വചിന്തയിൽ വെള്ളം മനസ്സിന്റെ വ്യക്തത, പരിശുദ്ധി, വഴക്കം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവിനെ ഇത് സൂചിപ്പിക്കുന്നു. ഉപ്പും വെള്ളവും കൂടിച്ചേരുമ്പോൾ ആത്മീയവും ഊർജ്ജപരവുമായ ശുദ്ധീകരണത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു. ഈ മിശ്രിതത്തിൽ നിങ്ങളുടെ പേര് വെക്കുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആശങ്കകളും ആഗ്രഹങ്ങളും പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു. ഈ ഉപ്പിട്ട വെള്ളത്തിന്റെ പരിവർത്തന ശക്തി ആഴത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും നെഗറ്റീവ് ഊർജ്ജങ്ങൾ പുറത്തുവിടുകയും നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്ന പോസിറ്റീവ് വൈബ്രേഷനുകൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ശുദ്ധീകരണത്തിന്റെ ശക്തിയും ആന്തരിക പരിവർത്തനവും, ദ പവർ ഓഫ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. ഈ ആചാരത്തിന്റെ ഗുണങ്ങൾ ഒരു ലളിതമായ വിശ്വാസപ്രകടനത്തിലോ അന്ധവിശ്വാസത്തിലോ ഒതുങ്ങുന്നില്ല. ഇത് ഉദ്ദേശ്യം, ശ്രദ്ധ, പരിവർത്തനം എന്നിവയെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരവും ആത്മീയവുമായ ആശയങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ബുദ്ധമതത്തിൽ ബന്ധം, വെറുപ്പ്, അജ്ഞത തുടങ്ങിയ മാനസിക വിഷയങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് ശുദ്ധീകരണ പരിശീലനം കേന്ദ്രമാണ്. ഇത് നമ്മുടെ ബോധത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്നു. ഉപ്പിട്ട വെള്ളം ഒരു മൂർത്തമായ ഉപകരണം എന്ന നിലയിൽ മനസ്സിനെയും ആത്മാവിനെയും യോജിപ്പിക്കാൻ സഹായിക്കുന്നു. വ്യക്തിപരവും ആത്മീയവുമായ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന നെഗറ്റീവ് ചിന്താരീതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് പരിശീലകനെ സഹായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പേരെഴുതി ഉപ്പിട്ട വെള്ളത്തിൽ വയ്ക്കുമ്പോൾ നിങ്ങളെ സേവിക്കാത്തതിനെ ഉപേക്ഷിക്കാനും പുതിയതിനായി ഇടം നൽകാനും ഉയർന്ന വൈബ്രേഷനുമായി ബന്ധപ്പെടാനുമുള്ള നിങ്ങളുടെ സന്നദ്ധത പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രവൃത്തി ഒരു ശക്തമായ മനഃശാസ്ത്രപരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. വ്യക്തി അവരുടെ ചിന്തകളിലും വികാരങ്ങളിലും ക്രമേണ അവരുടെ യാഥാർത്ഥ്യത്തിലും മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഈ ആചാരം ഒരു പ്രതീകാത്മക പരിശീലനം മാത്രമല്ല, രോഗശാന്തിയുടെയും പരിവർത്തനത്തിന്റെയും ഒരു പ്രക്രിയയിൽ ഉപബോധ മനസ്സിനെ ഉൾപ്പെടുത്താനുള്ള ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. നമ്മുടെ ഉപബോധ മനസ്സിലാണ് നമ്മുടെ അഗാധമായ വിശ്വാസങ്ങൾ കുടികൊള്ളുന്നത്. അവയിൽ പലതും നമ്മുടെ ബോധപൂർവമായ ധാരണയ്ക്ക് പുറത്താണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങളെയും ഫലങ്ങളെയും സ്വാധീനിക്കുന്നു. ഇതുപോലുള്ള ഒരു ആചാരത്തിൽ ഏർപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ പ്രകടമാക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശ്യം സ്ഥിരീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു ശക്തമായ സന്ദേശം അയക്കുകയാണ്. ബുദ്ധമതത്തിൽ ഇത് നമ്മുടെ സ്വന്തം യാഥാർത്ഥ്യത്തിന് നാം ഉത്തരവാദികളാണെന്ന ആശയവുമായി യോജിക്കുന്നു. നമ്മുടെ മനസ്സ്, ഉദ്ദേശ്യങ്ങൾ, വൈബ്രേഷനുകൾ എന്നിവ മാറ്റുന്നതിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെയും നാം മാറ്റുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പേര് ഉപ്പിട്ട വെള്ളത്തിൽ വയ്ക്കുന്ന ഈ പ്രവൃത്തി ആന്തരികവും ബാഹ്യവുമായ ഊർജ്ജങ്ങളോടൊപ്പം സജീവമായി പ്രവർത്തിക്കാനുള്ള ഒരു മാർഗമാണ്. സമാധാനം, ഐശ്വര്യം, സ്നേഹം, ആരോഗ്യം എന്നിവയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ആകർഷിക്കുന്ന ഒരു മണ്ഡലം സൃഷ്ടിക്കാൻ വേണ്ടിയാണിത്. ധ്യാനത്തിനുള്ള കേന്ദ്രബിന്ദു, എ ഫോക്കൽ പോയിന്റ് ഫോർ മെഡിറ്റേഷൻ. ഉപ്പിട്ട വെള്ളത്തിന്റെ ആചാരത്തിന്റെ മറ്റൊരു പ്രധാന വശം ധ്യാനത്തിനും മൈൻഡ്ഫുൾനെസ്സിനും ഒരു കേന്ദ്രബിന്ദുവായി വർത്തിക്കാനുള്ള അതിന്റെ കഴിവാണ്. ആചാരസമയത്ത് നിങ്ങളുടെ പേരെഴുതുകയും അത് ഉപ്പിട്ട വെള്ളത്തിൽ മുക്കുകയും ചെയ്യുന്നത് സജീവമായ ധ്യാനത്തിന്റെ ഒരു രൂപമായി സാവധാനത്തിലും ശ്രദ്ധയോടെയും ചെയ്യാം.
ഈ ഘട്ടങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. മൈൻഡ്ഫുൾനെസ്സിന്റെ ഈ അവസ്ഥ മനസ്സിനെ ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്ന് മുക്തമാക്കാനും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു. ഇത് പരിശീലകനും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു ശക്തമായ ബന്ധം സൃഷ്ടിക്കുന്നു. കാലക്രമേണ ഈ ആവർത്തിച്ചുള്ള പരിശീലനം കൂടുതൽ ശാന്തവും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും സ്വീകാര്യവുമായ ഒരു മാനസികാവസ്ഥ വളർത്താൻ സഹായിക്കും. അതുവഴി അനുഗ്രഹങ്ങളെയും അവസരങ്ങളെയും വരവേൽക്കാൻ കഴിയും. അതുകൊണ്ട് ഉപ്പിട്ട വെള്ളത്തിൽ നിങ്ങളുടെ പേര് വെക്കുന്ന ആചാരം ലളിതമാണെങ്കിലും ആത്മീയമായ ആഴവും പരിവർത്തന സാധ്യതകളും നിറഞ്ഞ ഒരു പരിശീലനമാണിത്. ഉപ്പിട്ട വെള്ളത്തിൽ നിങ്ങളുടെ പേര് വയ്ക്കുന്ന ആചാരം തുടങ്ങുന്നതിനു മുമ്പ് ശരിയായ തയ്യാറെടുപ്പ് പ്രവൃത്തി പോലെ തന്നെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ബുദ്ധമതത്തിലും മറ്റ് ആത്മീയ പരിശീലനങ്ങളിലും തയ്യാറെടുപ്പ് ആചാരവുമായി ആഴത്തിൽ ബന്ധപ്പെടാൻ ആവശ്യമായ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. 1. പാത്രം തിരഞ്ഞെടുക്കൽ. ആദ്യം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക് പാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലോഹവസ്തുക്കൾ ഒഴിവാക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ ശുദ്ധീകരിക്കാനും ആകർഷിക്കാനും ശ്രമിക്കുന്ന ഊർജ്ജങ്ങളിൽ അവ ഇടപെട്ടേക്കാം. സുതാര്യമായ ഒരു പാത്രം തിരഞ്ഞെടുക്കുന്നത് ഉദ്ദേശ്യങ്ങളുടെ വ്യക്തതയും സുതാര്യതയും പ്രതീകപ്പെടുത്തുന്നു. ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് ദൃശ്യവൽക്കരിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. ആചാരം ചെയ്യാൻ ശാന്തവും വൃത്തിയുള്ളതുമായ ഒരിടം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്, കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം നിങ്ങളുടെ മാനസികവും ഊർജ്ജപരവുമായ അവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്നു. 2. ശുദ്ധജലം. അടുത്ത പ്രധാന ഇനം ശുദ്ധജലമാണ്. അത് ഫിൽട്ടർ ചെയ്തതോ മിനറൽ വാട്ടറോ ആകാം, പക്ഷേ ഏറ്റവും പ്രധാനമായി അത് വൃത്തിയായിരിക്കണം. മനസ്സിന്റെയും ആത്മാവിന്റെയും പരിശുദ്ധി അത് പ്രതിനിധീകരിക്കുന്നു. വെള്ളം പല ആത്മീയ സംസ്കാരങ്ങളിലും ഏറ്റവും ശക്തമായ ഘടകങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു, കാരണം അതിന് വൈബ്രേഷനുകളും ഉദ്ദേശ്യങ്ങളും ആഗിരണം ചെയ്യാനും കൈമാറ്റം ചെയ്യാനും കഴിയും. ബുദ്ധമത പശ്ചാത്തലത്തിൽ ശുദ്ധീകരിക്കാനും അനുഗ്രഹിക്കാനും വെള്ളം ഉപയോഗിക്കുന്നു. ജലം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശാന്തവും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും പോസിറ്റീവുമായ മാനസികാവസ്ഥയിലായിരിക്കേണ്ടത് പ്രധാനമാണ്. ആചാരം കൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി ദൃശ്യവൽക്കരിക്കുക. 3. ശുദ്ധീകരണത്തിനുള്ള ഉപ്പ്. അടുത്ത അനിവാര്യമായ ഘടകം ഉപ്പാണ്. കടൽ ഉപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ്, കോർസ് സോൾട്ട് എന്നിവയാണ് ഉത്തമം. അവ ശുദ്ധീകരണത്തിനും ഊർജ്ജ സംരക്ഷണത്തിനും പേരുകേട്ടവയാണ്. ആത്മീയ പശ്ചാത്തലത്തിൽ നെഗറ്റിവിറ്റിയെ നിർവീര്യമാക്കാനും അനാവശ്യ ഊർജ്ജങ്ങൾക്കെതിരെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാനും ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപ്പ് ഉപയോഗിക്കുന്നു. വെള്ളവുമായി ചേരുമ്പോൾ ഉപ്പ് വെള്ളത്തിന്റെ ശുദ്ധീകരണശേഷി വർദ്ധിപ്പിക്കുന്നു. ഉപ്പ് മിശ്രിതം സാവധാനത്തിലും ഉദ്ദേശ്യത്തോടെയും മൈൻഡ്ഫുൾനെസ്സോടെയും ചെയ്യണം. ഓരോ ചലനവും ബോധപൂർവമായിരിക്കണം. നിങ്ങൾ ശക്തമായ ഒരു ശുദ്ധീകരണ മാർഗം സൃഷ്ടിക്കുന്നു എന്ന ആശയം ഇത് ശക്തിപ്പെടുത്തുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന ഊർജ്ജം സജീവമാക്കുകയാണ്. 4. പേപ്പറും പേനയും. ഈ വസ്തുക്കൾക്ക് പുറമെ ഒരു കടലാസും പേനയും ആവശ്യമാണ്. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ഭൗതികവൽക്കരിക്കപ്പെടുന്ന ഇടമാണ് പേപ്പർ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ആചാരം ചെയ്യുന്ന വ്യക്തിയുടെ പേര് എഴുതേണ്ടത്. നിങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശ്യങ്ങളും എഴുതണം. പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതുന്നത് വ്യക്തിഗതമാക്കലിന്റെ ഒരു രൂപമാണ്. അതുല്യവും നിർദ്ദേശിതവുമായ ഒരു ഊർജ്ജ ചാർജ് അത് വഹിക്കുന്നു. ബുദ്ധമതത്തിൽ എഴുതുന്ന പ്രവൃത്തിയെ സൃഷ്ടിയുടെ ഒരു ആംഗ്യമായും കാണാൻ കഴിയും. അവിടെ നിങ്ങൾ നിങ്ങളുടെ വിധി നിർവചിക്കുകയാണ്. നിങ്ങളുടെ പേരും ഉദ്ദേശ്യങ്ങളും എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് വ്യക്തവും പോസിറ്റീവുമായി നിലനിർത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിനകം പൂർണ്ണമായി എന്ന് ദൃശ്യവൽക്കരിക്കുക. വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രപഞ്ചത്തോട് മുൻകൂട്ടി നന്ദി പറയുക. 5. മാനസികവും ആത്മീയവുമായ തയ്യാറെടുപ്പ്. തയ്യാറെടുപ്പിന്റെ മറ്റൊരു പ്രധാന ഭാഗം പരിശീലകന്റെ മാനസികവും ആത്മീയവുമായ അവസ്ഥയാണ്. ആചാരം തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ ശ്വാസവുമായി ബന്ധപ്പെടാനും ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാനും ഒരു നിമിഷമെടുക്കുക. ബുദ്ധമതത്തിൽ ഇതുപോലുള്ള പരിശീലനങ്ങൾക്ക് അനുയോജ്യമായ ശാന്തവും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായ മാനസികാവസ്ഥ കൈവരിക്കാൻ ധ്യാനം ഉപയോഗിക്കുന്നു. കുറച്ച് ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന ഏത് പിരിമുറുക്കമോ നെഗറ്റീവ് ചിന്തയോ പുറത്തുപോകാൻ ഓരോ ശ്വാസം പുറത്തുവിടലിലും അനുവദിക്കുക. ഈ മാനസിക തയ്യാറെടുപ്പ് നിർണായകമാണ്, കാരണം നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ മാനസികാവസ്ഥയുടെ വ്യക്തതയും പരിശുദ്ധിയും കൊണ്ട് ശക്തിപ്പെടുത്തും. 6. പരിശുദ്ധമായ ഇടം, സേക്രഡ് സ്പേസ്. അവസാനമായി ആചാരം ചെയ്യാൻ കഴിയുന്ന ഒരു പരിശുദ്ധമായ ഇടം അല്ലെങ്കിൽ ബലിപീഠം, ആൾട്ടർ ഉണ്ടാകുന്നത് സഹായകരമാകും. ഈ സ്ഥലം വിപുലമായിരിക്കണമെന്നില്ല, പക്ഷേ അത് വ്യക്തവും വൃത്തിയുള്ളതും സംഘടിതവും ശ്രദ്ധാശൈഥില്യങ്ങൾ ഇല്ലാത്തതുമായിരിക്കണം. നിങ്ങൾക്ക് മെഴുകുതിരികൾ, ക്രിസ്റ്റലുകൾ, ധൂപം അല്ലെങ്കിൽ നിങ്ങളുമായി പ്രതിധ്വനിക്കുന്ന മറ്റ് ആത്മീയ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുത്താം. നിങ്ങൾ സമാധാനം, ശാന്തത, പോസിറ്റീവ് ഊർജ്ജം എന്നിവയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ഇടമാണ് ഇത് എന്ന ആശയമാണ് പ്രധാനം.
ഈ അന്തരീക്ഷം ശ്രദ്ധയോടെ തയ്യാറാക്കിയ എല്ലാ വസ്തുക്കളും നിങ്ങളുടെ മനസ്സുമായി സംയോജിച്ച് ഒരു ശക്തമായ വൈബ്രേഷണൽ മണ്ഡലം സൃഷ്ടിക്കുന്നു. ഇത് ആചാരത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ആചാരത്തിന്റെ നിർവഹണം. ഓരോ ഘട്ടവും പെർഫോമിംഗ് ദ റിച്വൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആചാരത്തിന്റെ ആദ്യപടി ശാന്തവും നിശബ്ദവുമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ശാന്തമായ നിമിഷം തിരഞ്ഞെടുക്കുക എന്നതാണ്. അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായും സന്നിഹിതനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. 1. മനസ്സിനെ കേന്ദ്രീകരിക്കുക. തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാ ആശങ്കകളും ശ്രദ്ധാശൈഥില്യങ്ങളും നീക്കം ചെയ്യേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കേന്ദ്രീകരിക്കാൻ കുറച്ചു തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടെന്ന് തോന്നുന്ന ദിവസത്തിലെ ഒരു സമയം തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. ചില ആളുകൾക്ക് ഇത് രാവിലെയാകാം, മനസ്സ് ഉണർവോടെയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാത്രിയാകാം, ചുറ്റുമുള്ള അന്തരീക്ഷം കൂടുതൽ ശാന്തമായിരിക്കുമ്പോൾ. സമയത്തിന്റെ ഈ തിരഞ്ഞെടുപ്പ് ആചാരത്തിന്റെ ഫലപ്രാപ്തിയെ ഗണ്യമായി സ്വാധീനിക്കും. 2. പേരും ഉദ്ദേശ്യങ്ങളും എഴുതുക. ചുറ്റുപാടും സമയവും നിർവചിച്ച ശേഷം ഒരു കടലാസിൽ നിങ്ങളുടെ പേരെഴുതി ആചാരം ആരംഭിക്കുക. ബുദ്ധമതത്തിൽ ഒരു വ്യക്തിയുടെ പേര് ഒരു ശക്തമായ ആത്മീയ ഊർജ്ജം വഹിക്കുന്നു, കാരണം അത് അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പേരെഴുതുന്നത് ഉദ്ദേശ്യം ഭൗതികവൽക്കരിക്കുന്നതിന്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെ പേരിനൊപ്പം നിങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സ്ഥിരീകരണം അല്ലെങ്കിൽ ആഗ്രഹം എഴുതുക. ഉദാഹരണത്തിന്, ആന്തരിക സമാധാനം, സാമ്പത്തിക ഐശ്വര്യം, വൈകാരിക രോഗശാന്തി എന്നിവ. എഴുത്ത് സാവധാനത്തിലും ബോധപൂർവമായുമായിരിക്കണം. നിങ്ങൾ പ്രപഞ്ചത്തിൽ ഒരു ഉദ്ദേശ്യം നടിയുന്നതുപോലെ ഓരോ വാക്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ എഴുതുമ്പോൾ ഈ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായി ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ മനസ്സ് വ്യക്തവും പോസിറ്റീവുമായി നിലനിർത്തുക. ഈ ഏകാഗ്രത നിങ്ങളുടെ ഊർജ്ജത്തെ പരിശീലനത്തിലേക്ക് ചാനൽ ചെയ്യാൻ അത്യന്താപേക്ഷിതമാണ്. 3. പേപ്പർ വെള്ളത്തിൽ വയ്ക്കുക. തയ്യാറാക്കിയ ഉപ്പിട്ട വെള്ളമുള്ള പാത്രമെടുക്കുക. നിങ്ങളുടെ പേരും ആഗ്രഹങ്ങളുമുള്ള പേപ്പർ നിങ്ങളുടെ കൈകളിൽ പിടിക്കുക. വെള്ളത്തിൽ വയ്ക്കുന്നതിനു മുമ്പ് കണ്ണുകൾ അടച്ച് ഒരു ചെറിയ ധ്യാനം ചെയ്യുക. നിങ്ങളുടെ ഹൃദയവുമായും നിങ്ങൾ എഴുതിയ ഉദ്ദേശ്യങ്ങളുമായും ആഴത്തിൽ ബന്ധപ്പെടുക. വെള്ളത്തെ ശുദ്ധമായ ഊർജ്ജത്തിന്റെ ഒരു ചാനലായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ സ്വീകരിക്കാനും വർദ്ധിപ്പിക്കാനും അത് തയ്യാറാണ്. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലൂടെയും പേപ്പറിന് ചുറ്റും ഊർജ്ജമൊഴുകുന്നത് അനുഭവിക്കുക. നിങ്ങൾ തയ്യാറാണെന്ന് തോന്നുമ്പോൾ പേപ്പർ ഉപ്പിട്ട വെള്ളത്തിൽ സാവധാനം വയ്ക്കുക. നെഗറ്റീവ് ഊർജ്ജങ്ങൾ അലിഞ്ഞുപോകുന്നതായും നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നതായും ദൃശ്യവൽക്കരിക്കുക. 4. ദൃശ്യവൽക്കരണവും സ്ഥിരീകരണവും. പേപ്പർ വെള്ളത്തിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധയും ആത്മീയ ബന്ധവും നിലനിർത്തേണ്ടത് പ്രധാനമാണ്. പേപ്പർ സാവധാനം ഉപ്പിട്ട വെള്ളത്തിൽ ലയിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് ആഴത്തിലുള്ള ആത്മപരിശോധനയുടെയും നിശബ്ദതയുടെയും ഒരു നിമിഷമാണ്. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ വെള്ളത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നതായും പോസിറ്റീവ് ഊർജ്ജത്തിന്റെ തരംഗങ്ങളായി പ്രപഞ്ചത്തിലേക്ക് പ്രസരിക്കുന്നതായും ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശ്യം ശക്തിപ്പെടുത്തുന്ന ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ മന്ത്രം ഉച്ചത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ആവർത്തിക്കാം. ഉദാഹരണത്തിന്, പ്രപഞ്ചം എനിക്കായി കരുതിവച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ ഞാൻ തുറന്നവനാണ്, തയ്യാറാണ്. ഈ ആവർത്തന പ്രവൃത്തി പ്രകടിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥിരമായ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. 5. വിശ്രമവും വിശ്വാസവും. കുറച്ചു മിനിറ്റ് ധ്യാനത്തിനും ദൃശ്യവൽക്കരണത്തിനും ശേഷം വെള്ളവും പേപ്പറും അടങ്ങിയ പാത്രം കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ശാന്തമായ ഒരിടത്ത് വയ്ക്കുക. ഈ സമയപരിധിയിൽ ഉപ്പിട്ട വെള്ളത്തിന്റെ ഊർജ്ജങ്ങൾ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ശുദ്ധീകരിക്കാനും വർദ്ധിപ്പിക്കാനും തുടർന്നും പ്രവർത്തിക്കും. പരിശീലകൻ പ്രക്രിയയിൽ വിശ്വസിക്കുകയും ഫലത്തിൽ അഭിനിവേശമില്ലാതെ ഇരിക്കുകയും വേണം. പേപ്പർ വെള്ളത്തിൽ അലിഞ്ഞുപോയേക്കാം. ഇത് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പുറത്തുവിടുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇപ്പോൾ സാർവത്രിക പ്രവാഹത്തിന്റെ കൈകളിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉപേക്ഷിക്കാനുള്ള ഒരു വഴിയാണിത്. ആചാരം നടക്കുന്ന സമയത്ത് അത് സംരക്ഷിക്കാൻ ഒരു നേർത്ത തുണികൊണ്ട് പാത്രം മൂടാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 6. ആചാരം പൂർത്തിയാക്കലും കൃതജ്ഞതയും. 24 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേപ്പറിന്റെ ശേഷിപ്പുകൾ നീക്കം ചെയ്യുകയും ഉപ്പിട്ട വെള്ളം കളയുകയും ചെയ്തുകൊണ്ട് ആചാരം പൂർത്തിയാക്കുക. ഈ വിസർജനം മാന്യമായി ചെയ്യണം. അത് നിലത്തോ ഒരു പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പ്രകൃതിദത്തമായ സ്ഥലത്തോ ഒഴിക്കാം. ഇത് ചെയ്യുമ്പോൾ ആചാരം നൽകിയ ശുദ്ധീകരണത്തിനും യോജിപ്പിക്കലിനും ഉച്ചത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുക. കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് ഉയർന്ന വൈബ്രേഷൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ശക്തമായ പരിശീലനമാണ്. നിങ്ങൾക്ക് സമാധാനമോ ലഘുത്വമോ അല്ലെങ്കിൽ ഉടനടി ഊർജ്ജമാറ്റമോ അനുഭവപ്പെട്ടേക്കാം. ഇത് അനുഭവത്തെക്കുറിച്ച് പ്രതിഫലിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടത് തുടർന്നും വളർത്തിയെടുക്കുകയും പ്രക്രിയയിൽ വിശ്വാസം നിലനിർത്തുകയും ചെയ്യുക. ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും സൂചനകൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പേര് ഉപ്പിട്ട വെള്ളത്തിൽ വയ്ക്കുന്ന ആചാരം ചെയ്ത ശേഷം
എന്ത് പ്രതീക്ഷിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സൂചനകളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ബുദ്ധമതത്തിൽ നിങ്ങൾ പുറത്തുവിടുന്ന ഊർജ്ജം ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തിരികെ എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ആത്മീയ പരിശീലനങ്ങൾക്കും ഇത് ബാധകമാണ്. 1. സൂക്ഷ്മമായ സൂചനകൾ. ആചാരം പ്രവർത്തിക്കുന്നു എന്നതിന്റെ ആദ്യ സൂചനകൾ സൂക്ഷ്മമായേക്കാം. ഉദാഹരണത്തിന്, സമാധാനത്തിന്റെയോ ലഘുത്വത്തിന്റെയോ ഒരു തോന്നൽ, കൂടുതൽ വ്യക്തമായ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് പെട്ടെന്നുള്ള ഒരു ഉൾക്കാഴ്ച. ഈ ചെറിയ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഊർജ്ജങ്ങൾ ചലിക്കാനും പുനഃക്രമീകരിക്കാനും തുടങ്ങി എന്നതിന്റെ സൂചനയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി ഇടം സൃഷ്ടിക്കുന്നു. ഈ ചെറിയ സൂചനകളെക്കുറിച്ച് ശ്രദ്ധയും ബോധവാനുമായി ഇരിക്കേണ്ടത് പ്രധാനമാണ്, കാരണം അവ വലിയ പരിവർത്തനങ്ങളുടെ തുടക്കമായിരിക്കാം. 2. ശ്രദ്ധേയമായ മാറ്റങ്ങൾ. സൂക്ഷ്മമായ സൂചനകൾക്ക് പുറമെ നിങ്ങളുടെ ചുറ്റുപാടുകളിലോ ജീവിത സാഹചര്യങ്ങളിലോ കൂടുതൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ സംഭവിക്കാം. ഉദ്ദേശ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും രൂപത്തിൽ നിങ്ങൾ നടുന്ന കാര്യങ്ങൾക്ക് അനുബന്ധമായ ഒരു മടക്കമുണ്ടാകും. ആചാരത്തിനു ശേഷം ആളുകൾ, അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായി യോജിക്കാൻ തുടങ്ങുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. ഇത് പുതിയ സാധ്യതകൾക്ക് വഴിയൊരുക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രധാന അവസരമുള്ള ഒരാളുമായുള്ള ആകസ്മികമായ കൂടിക്കാഴ്ച, ഒരു പഴയ പ്രശ്നത്തിന് ക്രിയാത്മകമായ ഒരു പരിഹാരം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലെ ഒരു പുതുമയുടെ തോന്നൽ എന്നിവയാകാം ഇത്. ഈ മാറ്റങ്ങൾ യാദൃച്ഛികമല്ല, മറിച്ച് ആചാരത്തിലൂടെ നിങ്ങൾ ചലനത്തിലാക്കിയ ഊർജ്ജത്തിന്റെ പ്രതിഫലനങ്ങളാണ്. 3. ശുദ്ധീകരണത്തിന്റെ വെല്ലുവിളികൾ. എന്നിരുന്നാലും ആചാരത്തിനു ശേഷം ഉടൻ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും പോസിറ്റീവായി കണക്കാക്കില്ല എന്നതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് പ്രധാനമാണ്. ചിലപ്പോൾ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് യഥാർത്ഥ അനുഗ്രഹങ്ങൾ പ്രകടമാക്കുന്നതിനു മുമ്പ് നേരിടാനും പരിഹരിക്കാനും ആവശ്യമുള്ള പ്രശ്നങ്ങളോ വികാരങ്ങളോ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ബുദ്ധമതത്തിൽ ഈ ആശയം ശുദ്ധീകരണ കർമ്മത്തിന്റെ ഉദയം എന്ന് അറിയപ്പെടുന്നു. അവിടെ തടസ്സങ്ങളുണ്ടാകുന്നത് നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വളരാനും പഴയ ചിട്ടകളിൽ നിന്ന് സ്വതന്ത്രരാക്കാനും വേണ്ടിയാണ്. ആചാരത്തിനു ശേഷം നിങ്ങൾ വെല്ലുവിളികൾ നേരിടുകയാണെങ്കിൽ അവയെ സ്വീകാര്യത, ക്ഷമ, ആത്മപരിശോധന എന്നിവ പരിശീലിക്കാനുള്ള അവസരങ്ങളായി കണക്കാക്കുക. ഈ ബുദ്ധിമുട്ടുകളെ നേരിടുന്നത് ഊർജ്ജപരവും ആത്മീയവുമായ യോജിപ്പിക്കൽ യാത്രയിലെ ഒരു നിർണായക ഘട്ടമായിരിക്കാം. 4. ആത്മപരിശോധന. ആചാരത്തിന്റെ സ്വാധീനം പൂർണ്ണമായി മനസ്സിലാക്കാൻ ആത്മപരിശോധന അത്യന്താപേക്ഷിതമാണ്. ആചാരത്തിനു ശേഷം നിങ്ങൾ അനുഭവിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും കുറച്ച് സമയമെടുക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്ത് മാറ്റങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി എനിക്ക് എങ്ങനെ കൂടുതൽ യോജിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന ഏതെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ സമന്വയങ്ങൾ എന്നിവ രേഖപ്പെടുത്താൻ ഒരു ഡയറി സൂക്ഷിക്കുക. ഈ പ്രക്രിയ നിങ്ങളുടെ ആത്മീയ പരിശീലനത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെയും ആത്മീയ വളർച്ചയെയും ആചാരം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ നൽകുകയും ചെയ്യുന്നു. 5. തുടർച്ചയായ പരിശീലനം. ആചാരം നിങ്ങളുടെ തുടർച്ചയായ ആത്മീയ ദിനചര്യയുടെ ഭാഗമായി ആവർത്തിക്കുന്നത് പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രാരംഭ ആചാരത്തിനു ശേഷം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ശക്തിപ്പെടുത്താനും പോസിറ്റീവ് ഊർജ്ജത്തിന്റെ ഒഴുക്ക് നിലനിർത്താനും ആഴ്ചതോറും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പോലുള്ള സ്ഥിരമായ ഇടവേളകളിൽ ആചാരം ആവർത്തിക്കുന്നത് പ്രയോജനകരമായേക്കാം. നിങ്ങൾ ആചാരം ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കും പരിണാമത്തിനുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങൾ വീണ്ടും ഉറപ്പിക്കുകയാണ്. കൂടാതെ ഓരോ പുതിയ പരിശീലനവും കൂടുതൽ പ്രതിഫലനത്തിനും നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നതിനും നിങ്ങളുടെ ആത്മീയ പാതയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടുന്നതിനും അനുവദിക്കുന്നു. കൃതജ്ഞതയും ഉയർന്ന വൈബ്രേഷനും നിലനിർത്തുക. മെയിൻറ്റെയിൻ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹൈ വൈബ്രേഷൻ. അവസാനമായി, ഉപ്പിട്ട വെള്ളത്തിന്റെ ആചാരം ഉൾപ്പെടെയുള്ള ഏതൊരു ആത്മീയ പരിശീലനത്തിലും കൃതജ്ഞത ഒരു നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. പരിവർത്തന പ്രക്രിയയ്ക്ക് പ്രപഞ്ചത്തോടും ഊർജ്ജങ്ങളോടും നിങ്ങളോടും തന്നെ നന്ദി പറയുന്നത് വൈബ്രേഷൻ ഉയർന്ന നിലനിർത്താനും കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കാനും അത്യന്താപേക്ഷിതമാണ്. കൃതജ്ഞത ഊർജ്ജപരമായ പരസ്പര കൈമാറ്റത്തിന്റെ ഒരു ചക്രം സൃഷ്ടിക്കുന്നു. കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളുടെ ആവൃത്തി വർദ്ധിപ്പിക്കുകയും കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രതിഫലനങ്ങൾ എപ്പോഴും ഒരു നിമിഷത്തെ കൃതജ്ഞതയോടെ അവസാനിപ്പിക്കുക. നിങ്ങൾ ശരിയായ പാതയിലാണെന്നും നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നു എന്നും തിരിച്ചറിയുക. ആചാരത്തിനു ശേഷം നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളുടെ ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് തുടരാൻ കൃതജ്ഞതയും പോസിറ്റിവിറ്റിയും നിലനിർത്തുന്നത് നിർണായകമാണ്. കൃതജ്ഞത വൈബ്രേഷനെ ഉയർത്തുകയും നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾക്ക് ചുറ്റുമുള്ള ഊർജ്ജമണ്ഡലത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശക്തമായ പരിശീലനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തതയും പ്രചോദനവും നൽകിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്ന കൂടുതൽ ഉള്ളടക്കങ്ങൾ പിന്തുടരാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഞാൻ എന്റെ ഊർജ്ജം പോസിറ്റീവായി നിലനിർത്തുന്നു,
പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി എന്റെ ഹൃദയം തുറന്നുവെക്കുന്നു എന്ന സ്ഥിരീകരണം കമന്റുകളിൽ പങ്കിടുക.